ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. അതായത് ഷോൾഡർ ശരിയാവുന്നില്ല ചെയ്തിട്ട്, ഷോൾഡർ ഇടിഞ്ഞു പോകുന്നു, നെക്ക് ശരിയാവുന്നില്ല, ആം ഹോൾ ശരിയാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡറും ആം ഹോളും നെക്കൊക്കെ തമ്മിലുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ അത് തമ്മിലുള്ളൊരു വ്യത്യാസം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഷോൾഡർ ഫുൾ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്ത് നമ്മൾ സാധാരണ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്നത് പോലെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ് കേട്ടോ. ടോട്ടൽ കാണുന്നില്ലല്ലേ, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ഇതിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 7.5 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് എന്ന് നോക്കിയിട്ട് അളവിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളിനി മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ്. ബാക്ക് നെക്കിന് നിങ്ങൾ എത്രയാണ് ഇറക്കം കൊടുക്കുന്നത്, ഇപ്പോൾ ചുരിദാറിനോ ബ്ലൗസിനോ ഒക്കെ ആകുമ്പോൾ എത്രയാണ് കൊടുക്കുന്നത് എന്ന് നോക്കിയിട്ട് ഇതേപോലെ താഴത്തേക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിലാണല്ലോ നമ്മൾ നെക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടെ ഒന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ നെക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ നെക്കിൻ്റെ അളവുണ്ടല്ലോ അതിനെ ഒരു 1/4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 6 × 0.25 ഈ ഒരു 1/4 ഇഞ്ച് കൊണ്ടിട്ട് നമ്മൾ ഗുണിക്കുക. ഇങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5 ഇഞ്ച് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനെ 1/4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 1.5 ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് നെക്കും ഷോൾഡറൊക്കെ ഹോളും എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഒരു ടിപ്പാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് ചെയ്തിട്ട് ശരിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 1.5 ഇഞ്ച് കിട്ടിയില്ലേ, അത് നമ്മൾ ആദ്യം എടുത്ത് ആ ഷോൾഡറിൽ നിന്ന് മൈനസ് ചെയ്യുക. നമ്മൾ ആദ്യം 7.5 ഇഞ്ചായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് 1.5 കിട്ടി. അപ്പോൾ ഈ 7.5 നിന്നും 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് എത്രയാണ് കിട്ടുന്നത്? ബാലൻസ് 6 ഇഞ്ചാണ് കിട്ടുന്നത് അല്ലേ. അത് ഞാനിവിടെ ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഷോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എത്ര എടുത്തത്? 7.5 ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് കുറച്ചു. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷോൾഡർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കൂടുന്തോറും ഷോൾഡറിൻ്റെ ഇറക്കം കുറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ബന്ധം കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അളവ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിങ്ങനെയാണ് ഷോൾഡർ കറക്റ്റ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ആം ഹോൾ എങ്ങനെ കറക്റ്റ് ആക്കാൻ നോക്കാം. അതിന് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു കറക്റ്റ് 6 തന്നെ നേരെ താഴത്തേക്ക് ആദ്യം വരച്ചു കൊടുക്കുക. ഷോൾഡർ നിങ്ങൾ എത്രയാണോ എടുത്തത് അത് തന്നെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം താഴത്തേക്ക് 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എഴുതാൻ വിട്ടുപോയി കേട്ടോ. 6 ആണ് കേട്ടോ നമ്മൾ ആ ഷോൾഡറിന് രണ്ടാമത് നമുക്ക് കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, അതാണ് താഴത്തേക്ക് ആം ഹോളിന് വരച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ചെസ്റ്റ് സാധാരണ മാർക്ക് ചെയ്യുന്നത് പോലെ ഞാനൊരു 9.5 ഇഞ്ചസാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ പകുതി എടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് ആ ഒരു പോയിന്റിൽ നിന്ന്, ആം ഹോൾ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ 1.25 വെച്ച് 2 സൈഡിലും വരും. അപ്പോൾ നമുക്ക് അതൊന്ന് ഇവിടെ എഴുതി കൊടുക്കാം. 1.25 ക്ലിയർ അല്ലല്ലേ, 1.25 വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും വരും. അതായത് ആം ഹോളിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്നും ചെസ്റ്റിൻ്റെ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന പോർഷനാണ് നമ്മൾ ആം ഹോൾ വരയ്ക്കുന്ന ആ ഒരു പോർഷനിൽ. അപ്പോൾ 1.25 വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ടോട്ടൽ 6 ആയിരുന്നു. അപ്പോൾ 2 സൈഡിലും 3 വെച്ചിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ. 3 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ പകുതി എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ഹാഫായിട്ട് നമ്മൾ എടുത്തല്ലോ അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അതാ ഇതേപോലെ ഒരു കർവ് കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ പേന വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് അത് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ കർവ് വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേപ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കുക.
ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും നമുക്ക് അളവിൽ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ ടേപ്പിൽ അളന്ന് വെച്ചിട്ടുള്ള ആ അളവും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അളവും ഓക്കെ ആണോ മാച്ച് ആണോ നോക്കുക. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ താഴത്തോട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വരച്ച് നോക്കാം. ഇങ്ങനെ താഴത്തോട്ട് നമ്മൾ ആം ഹോൾ ഇറക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആം റൗണ്ട് കൂടുതൽ കിട്ടും. മേളിലോട്ട് കയറ്റുമ്പോൾ കുറവ് കിട്ടും. അതായത് ഇപ്പോൾ 6 എന്നുള്ളത് 7 ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് ആം റൗണ്ട് കിട്ടും. 5 ആണെങ്കിൽ ഇച്ചിരി കൂടെ ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.